ഹലോ, ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. ഞാൻ പറയാൻ വന്നതേ എന്താണെന്നറിയോ, കുറേ നാളായി ഞാൻ വീഡിയോ ഇടാറില്ല. ഒന്നിനെക്കുറിച്ചും അങ്ങനെ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയത്, ഞാൻ ഫേസ്ബുക്കിലൊരു കാര്യം ഇട്ടിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ വോയിസ് ഫോണിൽ കിട്ടി എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പറയാം. നമ്മുടെ ഈ സമൂഹത്തിൽ മൂന്നായി തരംതിരിച്ച സമൂഹങ്ങളാണ്. ആ മൂന്ന് സമൂഹത്തിലും കുറേ അന്ധവിശ്വാസമുള്ള കുറേ മനുഷ്യർ ഉണ്ട് ഈ ലോകത്തിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കമ്പ്യൂട്ടറിൽ പഠിച്ചവരും ഫോണിലും കമ്പ്യൂട്ടറിലും പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. എന്നിട്ട് ദൈവം വന്ന് വോയിസിൽ സംസാരിച്ചു എന്ന് പറയുന്നത്, ഈ ദൈവം ഇങ്ങനെയാണോ സത്യത്തിൽ ദൈവങ്ങൾ സംസാരിക്കുന്നത്? ഇനി ഇത് തപ്പി നടന്നാൽ അവരുടെ കുടുംബം തർപ്പണമാക്കുന്നൊക്കെയാണല്ലോ അതിൽ പറയുന്നത്. എൻ്റെ മനുഷ്യന്മാരെ, നിങ്ങൾ ഈ പുതുലോകത്തിൽ കുറച്ചെങ്കിലും ഒരു ബുദ്ധി വേണ്ടേ ഈ ജനങ്ങൾക്ക്? കാരണം പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അത് മനുഷ്യരുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് സംസാരിച്ച്, അത് ഫോണിൽ കൂടെ വോയിസ് ഇട്ടിട്ട് അതിനെ ജനങ്ങൾക്ക് കേൾപ്പിച്ചിട്ട് കാര്യങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിഡ്ഢികളല്ലേ. ദൈവമെന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ സൗമ്യമായി മനുഷ്യരിൻ്റെ അടുത്ത് ഇടപഴകി നല്ലപോലെ സംസാരിക്കുക, എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ദൈവിക ശക്തി എന്ന് പറയുന്നത്. അല്ലാതെ പാൻറ്റും കോട്ടും സൂട്ടുകളും ഇട്ട് പിന്നെ കാവ്യ വസ്ത്രവും ധരിച്ച് അല്ലാത്ത വസ്ത്രങ്ങളും ധരിച്ച് ഈ ഫോണിൽ കൂടെ ദൈവം സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഈ ഒരു വോയിസിൽ ജനങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ കൈയടിക്കുന്നതെന്ന് എനിക്ക് തോന്നും. സ്വന്തം നമ്മൾക്ക് ഈ ഭൂമിയിൽ ജന്മം തന്ന അമ്മയും അച്ഛനും ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവം ഒരു ശക്തി ഈ ലോകത്തിലുണ്ട്. അതിന് രൂപങ്ങളില്ല, അതിന് ശബ്ദമുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം അക്രമങ്ങൾ നടക്കുന്നു. വയനാട്ടിൽ ഇത്രയും ജനങ്ങൾ മരിച്ചുപോയി. ഇന്നും 10ഉം 150ഉം മൃതശരീരങ്ങൾ കിട്ടാതെ കിടക്കുന്നു. അപ്പോൾ ഈ ദൈവം ഓയസിൻ്റെ രീതിയിൽ വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന അപകടങ്ങൾക്കെല്ലാം തടുക്കാൻ സാധിക്കില്ലേ ദൈവത്തിന് എന്നാണ് എൻ്റെ ചോദ്യം. ദൈവം എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് ഉപകാരം ചെയ്യുന്നുവോ ദൈവം ആ മനുഷ്യനിലൂടെ ഒരാൾക്ക് ഉപകാരം ചെയ്യുന്നതാണ് ദൈവികം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം പോണത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ദൈവത്തിനെ വിളിക്കുമ്പോൾ സ്വസ്ഥതയോടുകൂടി നമ്മൾക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പള്ളികളും അമ്പലങ്ങളും നമ്മളവിടെ പോയി സ്വസ്ഥമായി കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനൊരു നിമ്മതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കുറേ ചന്ദനത്തിരി കത്തിച്ചോ മെഴുകുതിരി കത്തിച്ചോ മറ്റേത് കത്തിച്ചോ എന്ത് കത്തിച്ചിട്ടും നമ്മൾക്ക് നമ്മുടെ മനസ്സ് ക്ലിയർ ഇല്ലെങ്കിൽ ഇത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന് വേണ്ടത്. ഹൃദയത്തിൻ്റെ ഉള്ള് ശുദ്ധമാണെങ്കിൽ ഒരു ദൈവത്തിൻ്റെ എവിടെയും പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് നമ്മുടെ ഹൃദയമാണ് നല്ലതായിട്ട് കാണിക്കേണ്ടത്. ഹൃദയം, ശരീരം കൂടിയല്ല. ബ്യൂട്ടീഷ്യനിൽ പോയിട്ട് മുഖവും ശരീരവും മിനുക്കുന്നതല്ല ദൈവികം എന്ന് പറയുന്നത്. ഈ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരണം, അതാണ് ദൈവികം. അല്ലാതെ ഈ കുറേ ഫോണിലൊരു ശബ്ദം കേട്ടു ദൈവം ഇങ്ങനെയൊക്കെ സംസാരിക്കുക. ദൈവത്തിനും നാട്ടിലുള്ള ജനങ്ങളെ പോലെ ദേഷ്യത്തിൽ സംസാരിക്കാനൊക്കെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ ലോകത്ത് ഇത്രയും അക്രമങ്ങൾ നടക്കുമോ? പറയൂ മനുഷ്യരെ, നിങ്ങൾ ഇങ്ങനെയുള്ള ചതിക്കുഴിയിലൊന്നും ജനങ്ങൾ പോയി വീഴരുത്. ഞാൻ ഒരു സമുദായത്തിന് കുറ്റം പറയുന്നതല്ല, എല്ലാ സമുദായത്തിലുമുണ്ട്.
എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് ചാടിപ്പോയി വീഴുക, ഇതാ ദൈവം. ദൈവം അതല്ല, ദൈവം അങ്ങനെയല്ല. ദൈവം അങ്ങനെയൊന്നും ഈ ലോകത്തിൽ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊന്നുമില്ല. ആരും ദൈവത്തിന് നേരിട്ട് കണ്ടവരില്ല. നമ്മൾക്ക് നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞു തരുന്നതാണ്, ഇന്നവിടെ ദൈവമുണ്ടായിരുന്നു, അതിൻ്റെ അടയാളങ്ങൾ കണ്ടു, ഇന്നവിടെ ദൈവങ്ങളെ കണ്ടു, അമ്പലങ്ങളെ കണ്ട്, അത് ഇന്നതായിരുന്നു എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നതെന്ന്. അതായത് നമ്മളുടെ മുത്തശ്ശി മുത്തച്ഛന്മാരെ നമ്മൾക്ക് പറഞ്ഞു തരും പോലെ തന്നെയാണ് നമ്മൾക്ക് ദൈവങ്ങളിൽ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുണ്ടോ? അല്ലാതെ ഈ വിഡ്ഢി വേഷം കെട്ടുന്ന കുറേ ജനങ്ങൾ, അതിന് വിശ്വസിക്കാൻ കുറേ വിഡ്ഢികളായ ജനങ്ങൾ ഈ ഭൂമിയിൽ ഇന്നത്തെ ഈ കാലത്തിൽ ഇങ്ങനെയൊക്കെ ജനങ്ങൾ കാണിക്കുന്നു പറയുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഇതിൽ ജാതിപഥമൊന്നുമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ ആരുടെയും ജാതി പറയുന്നില്ല. എന്തോരം അക്രമങ്ങളാണ് നമ്മളുടെ ഈ ലോകത്തിൽ നടക്കുന്നത്. ആ അക്രമങ്ങൾക്കൊക്കെ എങ്ങനെ സംസാരിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന് എന്നാൽ ഈ അക്രമങ്ങൾ നടത്തുന്ന അവിടെ പോയിട്ട് അതിനെ തടുക്കാൻ കഴിയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പ്രകൃതി കോപിക്കുന്നു, മനുഷ്യന്മാർ തമ്മിൽ തല്ലുവടിയും വെട്ടും കുത്തും കൊലയും നടക്കുന്നു, രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നു, എന്തോരം മനുഷ്യർ എവിടെയെല്ലാം മരിച്ചു. അങ്ങനെ ഒരു ദൈവത്തിന് കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ ഹമാസിൻ്റെയും ഇസ്രയേലിലെ ഒരാളുണ്ടല്ലോ, പേരൊന്നും എനിക്ക് പറയാനറിയില്ല, അവിടെ ഇത്രയും ജനങ്ങൾ മരിച്ചപ്പോഴൊക്കെ ഈ OS വിട്ട ദൈവത്തിന് ഒന്ന് പോയിട്ട് പറയാമായിരുന്നില്ലേ? ഈ ഫോണിൽ കൂടെ ആ പാസ്റ്ററിൻ്റെ ഫോണിലേക്ക് പറഞ്ഞ OS വിട്ട ദൈവത്തിന് ഈ രാജ്യങ്ങളിൽ ഒന്ന് പോയി സംസാരിച്ചിട്ട് ഒന്ന് സമാധാനമായിട്ട് ആക്കിക്കൂടെ? ഈ വയനാട്ടിൽ ദുരിതം നടന്നപ്പോൾ ഒന്ന് ദൈവത്തിന് പോയിട്ട് ജനങ്ങളിൻ്റെ അടുത്തൊന്ന് പറയാമായിരുന്നില്ലേ, ഇതാ ഭൂകമ്പം വരുന്നു, വെള്ളം വരുന്നു, നിങ്ങളെല്ലാവരും പോയി രക്ഷപ്പെടീൻ എന്ന് പറയാമായിരുന്നില്ലേ? ദൈവമേ, ദൈവത്തിന് ഇതൊന്നും കഴിയുന്നില്ലേ? എൻ്റെ ചോദ്യം അതാണ്. എത്രയോ നിരപരാധികളായ മനുഷ്യരാണ് മരിച്ചുപോയത്. കുഞ്ഞുങ്ങൾ, അമ്മമാർ, അച്ഛന്മാർ, മക്കൾ, പേരക്കുട്ടികൾ ഇന്നും ഓരോ മൃതശരീരങ്ങൾ കിട്ടാതെ കിടക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം അവർക്ക് നേരത്തെ കൂട്ടി ഒരു മുന്നറിയിപ്പ് കൊടുത്തില്ല? ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങളെല്ലാവരും പോയി രക്ഷപ്പെടീൻ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ദൈവം അവിടെ ഒരാൾക്ക് വോയിസ് കൊടുത്തില്ല? അപ്പോൾ ഇതെല്ലാം വെറുതെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി, അവരവരിൻ്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ദൈവങ്ങളെ വിറ്റ് ജീവിക്കുന്നതാണ്. ഇനിയെങ്കിലും കുറച്ച് മനുഷ്യരെ നിങ്ങൾ കുറേയൊക്കെ ഒന്ന് ഇതാക്കി, എന്നിട്ട് ആ പൈസ കൊണ്ട് നിങ്ങൾ പാവപ്പെട്ടവർക്ക്, എത്രയോ പിച്ചക്കാർ പാതയോരത്തും ഭക്ഷണമില്ലാതെയും വീടില്ലാതെയും വസ്ത്രങ്ങളില്ലാതെയും കിടക്കുന്ന അവർക്കൊക്കെ കൊടുക്കും. അതിൻ്റെ പുണ്യം അങ്ങനെയെങ്കിലും കിട്ടട്ടെ നിങ്ങൾക്കൊക്കെ. ഈ അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന ജനങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു പുണ്യം കിട്ടട്ടെ പാവപ്പെട്ടവർക്കൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് നൈറ്റ്. ഓക്കെ.